രാഷ്ട്രീയ നേതാവ്, മുൻ ചീഫ് വിപ്പ്, ഇരിങ്ങാലക്കുടയുടെ ജനകീയ നായകൻ, അത് മറ്റാരുമല്ല തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സാർ നമസ്കാരം. യൂത്ത് ഫ്രണ്ടിൽ ഒരുപാട് പരിപാടികൾ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സാറ്. അതുപോലെ മാണി സാറിന്റെ ഏറ്റവും അടുത്ത ആളുമായിരുന്നു. പക്ഷേ ഒരു സുരക്ഷിത സീറ്റ് മാണി സാർ തന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇരിങ്ങാലക്കുട പോലെയുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. കാരണം LDFന് വളരെ മുൻതൂക്കമുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷെ ഉണ്ണിയാടൻ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട കീഴടക്കിയതല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ. പ്രത്യേകിച്ച് തലയോല കോട്ടയം ആണ്. ഇവിടെ എത്തി ഇവിടെയുള്ള ജനങ്ങളുടെ ഉണ്ണിച്ചായനായി ശരിക്കും പറഞ്ഞാൽ ഇത് കീഴടക്കിയ ഒരു മാതിരിയല്ലായിരുന്നു. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുട തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ് ജയിക്കുന്നത്. അന്ന് മുതൽ ഞാൻ ജയിക്കുന്നതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 പ്രാവശ്യം പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അത് ഒരു സന്ദർഭത്തിൽ CPIയും കോൺഗ്രസും കൂടി ഒരുമിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സമയത്താണ്. പിന്നെ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ്സേയും CPMും കൂടി ധാരണയായ സമയത്ത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നുകിൽ CPMന്റെ അല്ലെങ്കിൽ CPIയുടെ സഹായത്തോടു കൂടി 2 പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കേരള കോൺഗ്രസും ഒക്കെ കൂടുന്ന UDF സംവിധാനത്തിൻ്റെ ആദ്യത്തെ വിജയം എന്നിലൂടെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് ബന്ധമില്ലാതെ ഇവിടെ വിജയിക്കാൻ പറ്റില്ല ആർക്കും. കമ്മ്യൂണിസ്റ്റ് ബന്ധമില്ലാതെ ആദ്യമായി UDF വിജയിച്ചത് ഇടയവനായ ഞാനാണ്. 2001 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ദൈവനിയോഗം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വൈക്കത്ത് ജനിച്ച് കോട്ടയം ജില്ലയിൽ വളരെ വലിയ നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അന്ന് യൂത്ത് ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കൊരു ഷുഗർ സീറ്റ് കിട്ടുമെന്നൊക്കെ അന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു കാലഘട്ടം അങ്ങനെയല്ല, ബാല്യകാല യുവ കാലഘട്ടം. പക്ഷേ മാണി സാറ് പറഞ്ഞു ഇരിങ്ങാലക്കുടയെ മത്സരിക്കാനൊരു സീറ്റ് തരാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് സ്വീകരിച്ചു. 2001 വീണ്ടും മത്സരിക്കാനായിട്ട് വരണം എന്നും ഞാൻ ആഗ്രഹിച്ചില്ല. വീണ്ടും മാണി സാറ് ഇരിങ്ങാലക്കുട തന്നെ മത്സരിക്കാനുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് നൽകിയത്. വിജയിച്ചു കഴിഞ്ഞു പിന്നെ വിജയം തന്നെയായിരുന്നു. ഒന്ന് ജയിച്ചു. 2006 ആ ഭൂരിപക്ഷം 10 ഇരട്ടി 20 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. 2011 ഇരിങ്ങാലക്കുടയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 12,000 വോട്ടിനാണ് ജയിച്ചത്. ഇടതുപക്ഷ കോട്ടയാണെങ്കിലും അത്രയും ഭൂരിപക്ഷം പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അതിന് കൊടുത്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. ആദ്യ സാറുടെ അതിന് പരാജയപ്പെടുന്നു, പിന്നത്തെ പ്രാവശ്യം വലിയ മാർജിനിൽ വിജയിക്കുന്നു. ഈ ഒരു തന്ത്രം എങ്ങനെയായിരുന്നു ഈ ഇരിങ്ങാലക്കുട? ഒന്നുമില്ല, നമ്മൾ ഇതിനകത്ത് ഒരു തന്ത്രവും ഇല്ല. വളരെ ആത്മാർത്ഥമായ സമീപനം. വരുന്ന ആളുകളുടെ വ്യക്തിത്വത മാനിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. സോണി എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ചില കാര്യങ്ങളിൽ സോണിയേക്കാൾ എനിക്ക് ചില കാര്യങ്ങൾ കഴിവുണ്ട്. പക്ഷെ എന്നേക്കാൾ ചില കാര്യങ്ങൾക്ക് സോണിക്ക് കഴിവുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ വ്യക്തികൾ, നമ്മൾ ആരാ പരിപൂർണരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? സോണി എന്ന മകനായ ഒരു വ്യക്തിത്വത്തെ ഞാൻ അംഗീകരിക്കുക, ബഹുമാനിക്കുക. അല്പമാരാലും ബഹുമാനിക്കുക. ഓരോ വ്യക്തിയിലുമുണ്ട് നമുക്ക് ബഹുമാനിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവർ വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ സമന്മാരായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കാൾ മിടുക്കന്മാരായിരിക്കാം. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എങ്ങനെയാണ് അവർ വ്യക്തിത്വത്തെ ഹനിക്കാൻ കഴിയുക? അവർ മാനിക്കണ്ടേ? കാരനല്ലാത്തൊരാളെ, കമ്മ്യൂണിസ്റ്റ് ബന്ധമില്ലാത്ത ഒരാളെ അവർ ആദ്യമായിട്ട് MLA ആയി കാണുന്നത് ഇവിടെ മുഴുവൻ നിറയെ ജനങ്ങളാണ്. അപ്പോൾ അതിൽ സിംഹഭാഗവും വരുന്നത് കറണ്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കറണ്ട് കണക്ഷൻ കിട്ടുന്നില്ല 5-6 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന് എഴുതി കൊടുക്കും, കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പറയും. 2-3 മാസം കഴിഞ്ഞിട്ട് ആരും കണക്ഷനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അവരെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. അപ്പോൾ അവരോട് സാർ ഇവിടെ ലൈനില്ല, ട്രാൻസ്ഫോമറില്ല, ഒന്നുമില്ല, ഫണ്ടില്ല, ഞങ്ങളെങ്ങനെ കറണ്ട് കണക്ഷൻ കൊടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ലേ, നമുക്കിത് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും പറ്റില്ല സാറേ. ഞാൻ പറഞ്ഞത് 100 കണക്കിന് ആളുകൾ, 1000 ആൾക്കാരുണ്ടല്ലോ കറണ്ട് കണക്ഷൻ കിട്ടാതെ. ചിലർ വന്നിട്ട് പറഞ്ഞു എൻ്റെ സാറേ ഇവിടെ എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ്, ചിലവർ അമ്മ വാതരോഗിയായി കിടക്കുകയാണ്, പിള്ളേർ പറയുന്ന മണ്ണെണ്ണ വെളിച്ചത്തിൽ ആ പുക അലർജിയാണ്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് MLA ആയിരിക്കണം? ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇതാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറച്ചൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ഞാൻ കണക്ഷൻ കൊടുക്കും, വൈദ്യുതി കണക്ഷൻ കൊടുക്കും. ആര്യയുടെ മുമ്പ് സാറോട് പറഞ്ഞ് ഇതെന്താ ഉണ്ണാണ് എന്ത് പറഞ്ഞ് എനിക്ക് വട്ട പറയാം, കണക്ഷൻ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഞാൻ പറഞ്ഞു, ചീഫ് എഞ്ചിനീയർമാർ തൊട്ട് എല്ലാവരും വിളിച്ചിരുത്തി ഞാൻ എൻ്റെ സ്വപ്നം ഉണ്ടാക്കില്ല. സാർ അത് എങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു എനിക്ക് ഒരുമിച്ച് തന്നാൽ പറ്റുമെന്ന് പറഞ്ഞു. ഫണ്ട് കണ്ടെത്താൻ പഞ്ചായത്ത് കുറച്ച് ഫണ്ട് തരാൻ പറഞ്ഞു. MLA ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. കളക്ടറോട് പറഞ്ഞു പ്രോപ്പർട്ടി ക്രോസിങ്ങിൻ്റെ കേസൊക്കെ ഉള്ളത് നമുക്ക് അദാലത്ത് വെച്ച് തീർക്കണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി കേസുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എല്ലാ ആളുകൾക്കും ഫണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. വീണ്ടും പത്രത്തിൽ കൊടുത്ത് ആവശ്യമുള്ള ആളുകളൊക്കെ തന്നെ അപേക്ഷിക്കാൻ പറഞ്ഞു. 1000കണക്കിന് ആളുകൾ അപേക്ഷ നൽകി. അപ്പോൾ ആ ഗവൺമെൻറ് മാറി. AK ബാലൻ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. AK ബാലൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ റിവ്യൂ മീറ്റിംഗ് നടത്തി. AK ബാലൻ ഞെട്ടി, ഇതെന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ. അപ്പോൾ 96% ആളുകൾ കൊടുത്തല്ലോ, ഇത് 100% പ്രഖ്യാപിക്കട്ടെന്ന് ചോദിച്ചു. നമ്മൾ 100 പ്രഖ്യാപിച്ചാൽ മതി. ഇത് ഡിക്ലെയർ ചെയ്ത്
കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും വൈദ്യുതി കണക്ഷൻ കിട്ടാനുണ്ടാകരുത്. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 6 മാസം ഇലക്ട്രിസിറ്റി മിനിസ്റ്റേഴ്സാണ് ഇരിക്കുന്നത്, കേരളം മുഴുവൻ ഞാൻ വൈദ്യുതീകരിച്ച് തരാമോ. എന്തായാലും ഇന്ത്യയിൽ ആദ്യത്തെ നിയോജകമണ്ഡലം 1993 നിയോജകമണ്ഡലങ്ങൾ മറ്റേ ചെറുതും വലുതുമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ നിയോജകമണ്ഡലം ഇരിങ്ങാലക്കുട. ഇവിടുന്ന് അന്ന് പ്രഖ്യാപിക്കുന്ന ആരാ? ഞാൻ UDFൻ്റെ ആളായിട്ട് നിൽക്കുന്നു. പ്രഖ്യാപിക്കുന്ന LDF ഗവൺമെൻറ്, LDF മന്ത്രി ഇവിടെ വന്ന് വലിയ ഘോഷയാത്രയൊക്കെ നടത്തി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ നിയോജകമണ്ഡലം ഇരിങ്ങാലക്കുട എന്തായാലും പ്രഖ്യാപിച്ചു. സർവ്വമാന കടമ്പകളും കടന്ന് ഫണ്ട് കണ്ടെത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ ചെയ്തു. പാലക്കാട് ജില്ല വൈദ്യുതീകരിച്ചു, തൃശ്ശൂർ ജില്ല വൈദ്യുതീകരിച്ചു, ഓരോ ജില്ലകളും വൈദ്യുതീകരിച്ചു. നിയമസഭയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തെക്കുറിച്ച് AK ബാലൻ പറയുമ്പോൾ അന്ന് UDF MLA കൂടി ചോദിച്ചു, നിങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെങ്ങനെ തരും? നിങ്ങൾ എത്ര ലൈൻ തരും, എത്ര പോസ്റ്റ് ഇട്ട് തരും, എത്ര ട്രാൻസ്ഫോമർ ഇട്ട് തരും, എത്ര പണം തരും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിനെന്നേക്കാൾ നന്നായി മറുപടി പറയാൻ ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനാണ്. അങ്ങനെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് അന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അന്ന് ഇവിടുന്ന് കൊടുത്ത സന്ദേശം കേരളം മുഴുവൻ സമ്പൂർണ്ണ വൈദികരണ സംസ്ഥാനമായി ഇന്ത്യയിൽ ആദ്യമായി കേരളം മാറി ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ നൽകിയ സന്ദേശം. മറ്റൊന്ന്, കേരളത്തിൽ ആദ്യമായി എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ സാക്ഷരരാക്കിയ ആദ്യത്തെ നിയോജകമണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. അത് AT മുഹമ്മദ് ബഷീറാണ്. അന്ന് പിള്ളേർക്കൊന്നും കമ്പ്യൂട്ടർ കൊടുക്കാൻ ആരും സമ്മതിക്കില്ല. ഞാൻ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ എല്ലാവരെയും കണ്ട് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ കണ്ട് അവർക്ക് കമ്പ്യൂട്ടർ കൊടുത്ത് LP സ്കൂളിൽ പോലും കമ്പ്യൂട്ടർ കൊടുത്തു. ഭയങ്കര ഫൈറ്റ് ചെയ്ത കമ്പ്യൂട്ടർ അനുഭവിച്ച് കിട്ടാനും. അത് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഞാൻ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് വെക്കാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ പഠിപ്പിക്കും, അധ്യാപകർ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും ഒരു 7-8 മാസം കൊണ്ട് ഞാൻ എല്ലാവരെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. എൻ്റെ നിയമത്തിൽ 10,000-കണക്കായ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. 23 വർഷത്തെ ഞാൻ വിളിച്ചു വരുത്തി ടൗൺ ഹാളിൽ 1000-കണക്കായ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ 23 വർഷം ഈ 1000-കണക്കിന് കുട്ടിയുടെ ഇരിപ്പുണ്ട്, 10 കമ്പ്യൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങാരെയെങ്കിലും വിളിച്ച് ചോദിക്കണം. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി 5-8 കുട്ടികളെ വിളിച്ചു. എല്ലാം മണിമണിപോലെ ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത കോൺസ്റ്റിറ്റ്യൂൻസിയായി ഇരിങ്ങാലക്കുട പ്രഖ്യാപിച്ചു. അതിനുശേഷം കേരളം അത് ഏറ്റെടുത്ത് അങ്ങനെ എത്രയും പദ്ധതികൾ. അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയറ്റി ഞാൻ ഇരിങ്ങാലക്കുടയിൽ. മെഗാ സാംസ്കാരിക പരിപാടി തനിമ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം ഞാൻ MLA ആയിരുന്ന സമയത്ത് 5317 സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ മെഗാ തിരുവാതിരകളി ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് ഞാൻ ആ രംഗത്തും പ്രവർത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു, ഈ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചു, വികസന മേഖലയിൽ പ്രവർത്തിച്ചു. ഞാനിവിടെ കൊണ്ടുവന്നതാണ് മിനി സിവിൽ സ്റ്റേഷൻ, ഞാൻ കൊണ്ടുവന്ന കോർട്ട് കോംപ്ലക്സ്, ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എത്രയോ പുതിയ ഓഫീസുകൾ, എല്ലാ സ്ഥലത്തും പുതിയ കെട്ടിടങ്ങൾ, പുതിയ രീതികൾ എല്ലാം കൊണ്ടുവന്ന് റോഡുകളൊക്കെ സൂപ്പറാക്കി. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി, വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി പ്രവർത്തിച്ചു. എല്ലാ മേഖലയിൽ പ്രവർത്തിച്ച സമയത്ത് ജനങ്ങളുടെ വിഷയം നമ്മൾ ഏറ്റെടുത്തു. ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ചികിത്സാ ധനസഹായം കൊടുത്ത നിയമമണ്ഡലം ഇരിങ്ങാലക്കുടയാക്കി മാറ്റി. എല്ലാ ആളുകളെയും, വരുന്ന ആളുകൾക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി സാധിച്ചു കൊടുത്ത് അവരൊരാളായി നിന്നു. എനിക്ക് ബോധ്യമുണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്. അല്ല, സാറിനെ പറ്റി ഇവിടെ ഇരിങ്ങാലക്കുട വന്ന് ഇറങ്ങുമ്പോൾ പറയുന്നത് കേൾക്കാം, ഓരോ ആഘോഷങ്ങൾ വന്നാലും, ഇപ്പോൾ ശബരിമല സീസൺ വന്നാലും കുരിശുമല കയറാൻ വന്നാലും ഇവിടെ കുറേ ആൾക്കാരുടെ കൂടെ ഉണ്ണിയാടൻ സാറും കൂടെ ഉണ്ടാവും. ഞാനിവിടെ നാലമ്പല തീർത്ഥാടനത്തിന് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തു. കാരണം നാലമ്പല ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റെങ്ങും ലഭിക്കാത്തൊരു കാര്യമാണ്. ദശരഥ പുത്രന്മാരായിട്ടുള്ള ശ്രീരാം ഭഗവാന്റെയും ഭരത ഭഗവാന്റെയും ലക്ഷ്മണ ഭഗവാന്റെയും ശത്രുഘ്ന ഭഗവാന്റെയും 4 സഹോദരങ്ങളാണ്. ഈ 4 സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട. ഒരുപാട് ആളുകൾ കർക്കിടക മാസത്തിൽ ഒരു പകൽ തൊഴുതാൽ ഈ 4 ക്ഷേത്രങ്ങളും ഒരേ പകൽ തൊഴുതാൽ പുണ്യം കിട്ടുമെന്നുള്ള വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസാടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ വരിക. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഇത്രയും ആളുകൾക്ക് ഒരു പുണ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അമ്പലത്തിൽ വരുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോടിക്കണക്കിന് രൂപ ഈ അമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി ഞാൻ ചെയ്തു. അത് ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റ്യുവൻസി 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഭരത ഭഗവാന്റെയും ശത്രുഘ്ന ഭഗവാന്റെയും. 2 ശ്രീരാം ഭഗവാന്റെയും ലക്ഷ്മണ ഭഗവാന്റെയും ക്ഷേത്രങ്ങൾ വേറെ കോൺസ്റ്റിറ്റ്യുവൻസിയില്ല. പക്ഷേ ഞാൻ ഫണ്ട് മേടിച്ചാൽ ഒരു വീട്ടിലെ മക്കൾക്ക് എല്ലാം തുല്യ വീതം കൊടുക്കണ പോലെ നാലമ്പല ക്ഷേത്രത്തിന് വേണ്ടി ഫണ്ട് മേടിച്ചാൽ ഓരോ കോടി അവർക്ക് കൊടുക്കും. എന്നാലേ നാലമ്പല ആവുള്ളൂ. ആ നാലമ്പല ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ ചെയ്തു. KSRTC ബസ് ഇട്ടു. ഞാൻ ആ ബസ്സിൽ കയറി ക്ഷേത്രങ്ങളിൽ പോകും. 4 അമ്പലങ്ങളെയും ബന്ധപ്പെടുത്തി ആദ്യമായി KSRTC 240 രൂപ കൊടുത്താൽ മതി, 4 ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് വരാം. ഹൈന്ദവ വിശ്വാസികൾക്ക് അവർക്ക് വലിയ കാര്യമല്ലേ അത്. ഞാനും പോയി എങ്ങനെ സൗകര്യം ചെയ്യാൻ എന്നുള്ള ഞാൻ പോയി 4 ക്ഷേത്രങ്ങളിൽ പോയി. അങ്ങനെ ഞാൻ എല്ലാ മേഖലയിലും ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അതാരോടും അല്ലെങ്കിൽ വിഷമം ഉണ്ടായിക്കൊണ്ടില്ല. രാഷ്ട്രീയ സംഘടനയിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അതെല്ലാവരുടെ ആളാണ്. നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയായിരിക്കാം. ഞാൻ UDF കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ പാർട്ടിക്കാരനായി വരുന്നു. കേരള കോൺഗ്രസ് UDF മുന്നണിയുള്ളതുകൊണ്ട് UDF മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ വിലയാണ്. എല്ലാവർക്കും എന്നിൽ അവകാശമുണ്ട്. എനിക്ക് എല്ലാവരും ഉത്തരവാദിത്വമുണ്ട്.
വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും എൻ്റെ ആളുകളാണ്. ഞാൻ അത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് UDF MLA എന്ന നിലയ്ക്കല്ല, ഇരിങ്ങാലക്കുട MLA നിൽക്കാം. ഇരിങ്ങാലക്കുട MLA എന്ന നിലയിൽ ആ പറയുന്ന വാക്കിന്, ആ പദത്തിന് ആത്മാർത്ഥമായിട്ടുള്ള അർത്ഥം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വരാം. ഇവിടെ ഞാനില്ല, എൻ്റെ ആളാണ്. ഞാൻ ആയിടത്തോളം കാലം ഞാൻ ഇരിങ്ങാലക്കുടക്കാരൻ മുഴുവൻ ആളുടെ MLA ആണ്. അത് അവർക്ക് എല്ലാവർക്കും അറിയാം. അതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ടെങ്കിലും വ്യക്തിപരമായി MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ചേർത്ത് മാത്രം പ്രവർത്തിച്ച ആളാണെന്ന് ആരും പറയില്ല. ഇപ്പോൾ വേണം. ഞാനിപ്പോൾ MLA അല്ലാതെ ഇരുന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായാലും ഇപ്പോൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇരിങ്ങാലക്കുട MLA ആയിരുന്നു തോമസ് ഉണ്ണിയാടൻ എങ്ങനെയായിരുന്നു നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇപ്പോഴും അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അത് ആരെങ്കിലും അഭിപ്രായം പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ആ ശൈലിയിൽ വിശ്വസിക്കുന്ന ആൾ. ഇപ്പോഴും ഞാനെന്നല്ല, ഞാൻ ജനപ്രതിനിധികളാകുന്ന എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തന്നെയാണ്. ഈവൻ പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും കോർപ്പറേഷൻ കൗൺസിലർമാരായാലും മേയറായാലും ആരായാലും MLA ആയാലും MP ആയാലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാടിൻ്റെ പൊതുസ്വത്താണ്. ഞാനൊരു ക്രിസ്തു മതത്തിൽ പെട്ട ആളാണ്, ഉറച്ച ക്രൈസ്തവ വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ മതേതരത്വ രക്തം. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ മോസ്കിൽ നിന്നുള്ള വാങ്കുവിളി കേട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ശിരസ്സ് നമിച്ചാണ് പോകുന്നത്. ഞാനൊരു പ്രാർത്ഥനാപൂർവ്വം ചെയ്യും. അവരുടെ ആ ഭക്തി നമ്മൾ അംഗീകരിക്കുന്നു. ഞാൻ നടന്നു പോകുമ്പോൾ കൂടൽമാണി ക്ഷേത്രം മുന്നിലൂടെയാണ് പോകുന്നത്. ആ ക്ഷേത്രത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കും. അത് മനുഷ്യൻ ആയാൽ എല്ലാവരും ചെയ്യണം എൻ്റെ അഭിപ്രായം. നമ്മളിൽ വിശ്വാസം വേണം, പക്ഷേ എല്ലാത്തിനും നമ്മൾ അംഗീകരിക്കാനുള്ള മനസ്സാവസ്ഥ ഉണ്ടാകണം, എല്ലാത്തിനും ബഹുമാനിക്കാനുള്ള മനസ്സാവസ്ഥ ഉണ്ടാകണം. നമ്മളൊക്കെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് വന്ന ഒരു വെറും പുഴുക്കളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചരാചരങ്ങളെയും നമ്മളെയും നമ്മളുള്ള സഹവാസികളെയും ജീവികളെയും സഹോദരങ്ങളെയും നമ്മൾ സ്നേഹിച്ചു പോയില്ലേ പിന്നെ എന്താ? ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് നമ്മളൊരു സന്ദേശം കൊടുത്തു തന്നെ പോകണം. നമുക്കൊക്കെ ഒരു കാര്യം പറയാനുണ്ടാകണം. അത് മനുഷ്യത്വത്തിൻ്റെ ആയിരിക്കണം, അത് മാനവികതയുടെ ആയിരിക്കണം. രാഷ്ട്രീയം ചിന്തകൾ ഉണ്ടാകാം, ജാതിപതി എന്തുകൊണ്ടാണ്, പക്ഷേ ആത്യന്തികമായി നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ പ്രകൃതിയും മനുഷ്യരെല്ലാം ഒന്നല്ലേ. അതുകൊണ്ട് എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകും. ആ ഒരു രീതി ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത വേറെ ഒന്നും. ഈ കഴിഞ്ഞ തോൽവി സാറിനെ വളരെയേറെ വിഷമിപ്പിച്ചില്ലേ? അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പരാജയം എല്ലാവർക്കും വിഷമമാണല്ലോ. വിജയം സന്തോഷവും പരാജയം വിഷമവും ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ പരാജയം വിഷമമുണ്ടായി കിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കള്ളത്തിലായിരിക്കും. മനുഷ്യനുണ്ടാവും. പരാജയം ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങളിലാകാനാവും. നൂറുകണക്കിന് പരിപാടിയിൽ ഞാൻ എപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, വളരെ വാത്സല്യത്തോടെ എന്നോട് പെരുമാറുന്നു, പ്രോഗ്രാമിൽ വിളിക്കുന്നു. എപ്പോഴും ഒട്ടനവധി പരിപാടിയില്ലാത്ത ദിവസമില്ല, എപ്പോഴും പരിപാടികളാണ്. അന്ന് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇടതുപക്ഷ കോട്ടയെന്ന് എല്ലാവരും വിളിക്കുന്ന ഇവിടെ നിന്ന് അന്ന് എൻ്റെ വിജയം ഉണ്ടായിരുന്നില്ലെങ്കിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല, ഞങ്ങളുടെ ലീഡർ മാണി സാറിനോ PO സാറിനോ മന്ത്രിമാരാകാൻ കഴിയില്ല, ഗവൺമെൻറ് UDF ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും UDF മുന്നണി എന്ന നിലയിൽ കാണുക, കോൺഗ്രസ് ആണെങ്കിലും കാണുക, കേരള കോൺഗ്രസ് ആണ് കാണുക. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സന്ദേശമുണ്ട്, ടീം UDF എന്നാണ് ഞങ്ങൾ. അതെല്ലാവർക്കും ഒരുപോലെ. 2026 തെരഞ്ഞെടുപ്പ് UDF സൂപ്പറായിട്ട് അധികാരത്തിലേക്ക് വരും, ഒരു സംശയം വേണ്ട. നല്ല ഭൂരിപക്ഷത്തിൽ വരും. ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് വിലയിരുത്തൽ ഒരുപാട് ചൂണ്ടുവിലകളില്ലേ. ഇവിടെ നടത്തുന്ന തെരഞ്ഞെടുപ്പ്, ഇടക്കാല തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഇവിടെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ്, തൃക്കാക്കര തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. ഇതിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് UDF വലിയ ഭൂരിപക്ഷം ജയിച്ചതാണ്. ചെറിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ വിജയിച്ചു, വലിയ വിജയം കൈവരിച്ചിരിക്കുക. പിന്നെ അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ജയിച്ചില്ലേ, വലിയ ഇത് ജയിച്ചില്ലേ. കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പോലും 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷമല്ലേ ജയിച്ചത്. അവിടെ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ പഴയ സഹോദരന്മാരായിട്ടുള്ള ആളുകളിലായിട്ടല്ലേ ഞങ്ങൾ മത്സരിച്ചത്. ഫ്രാൻസിസ് ജോർജ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു, MP ആയി. അന്ന് തോമസ് ചാഴികാടൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ആയിട്ടല്ലേ മത്സരിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നല്ലോ, അവിടെ പോലും ഞങ്ങൾ ജയിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഒരു ചൂണ്ടുപലക കാണിക്കുന്ന കാര്യം UDFന് അനുകൂലമാണ് കേരളം എന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഈ പഴയ നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിലെ ഭയങ്കര വികസനം, അതുപോലെ തന്നെ റോഡുകളുടെ വികസനങ്ങളൊക്കെ, സ്കൂളുകളുടെ വികസനം, ഇതൊക്കെ. ഈ സ്കൂളുകളുടെ വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സ്ഥിതി എന്താണ്? കുട്ടികളിപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും പഠിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് വ്യഗ്രതയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? നമ്മുടെ കുട്ടികളെല്ലാം വിദേശരാജ്യം. ഇങ്ങനെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മറ്റു കാര്യങ്ങളിലും ലഭിക്കുന്ന തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ പോകുമായിരുന്നു. നമ്മുടെ കുട്ടികളങ്ങ് ചിറക് പിടിച്ച് പറക്കുക വിദേശ രാജ്യങ്ങളിലേക്ക്. ഇവിടെയൊന്നുമില്ല, കോളേജുകളിൽ കുട്ടികളില്ല. അതറിയാവോ? കോളേജുകളിൽ കുട്ടികളില്ല. ഇവിടെ പഠിച്ചാൽ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്.
എന്ത് തൊഴിൽ കിട്ടാനാണ് ആളുകൾക്ക്? നമ്മുടെ ഈ കൾച്ചർ തന്നെ മാറണം. നമുക്ക് തൊഴിൽ കിട്ടാനൊരു സാഹചര്യം ഉണ്ടാകണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സ്ഥിതി അറിയാമല്ലോ, ലക്ഷക്കണക്കിന് ആളുകളാണ്. അവർക്ക് വല്ല തൊഴിലും കിട്ടുന്നുണ്ടോ? വല്ല അഭ്യസിതരായ ആളുകൾക്ക് ഇവിടെ തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളും നോക്കുന്നത് തന്നെ അവരുടെ ചേട്ടന്മാരും ചേച്ചിമാരും പഠിച്ചു കഴിഞ്ഞ സ്ഥിതി എന്താ കേരളത്തിൻ്റെ എന്ന് അവർ നോക്കില്ലേ? രക്ഷയില്ല. പിന്നെ പഠിക്കാനുള്ള അന്തരീക്ഷമുണ്ടോ സർവകലാശാലകൾ? കണ്ടില്ലേ തിരുവനന്തപുരം സർവകലാശാലയിലെ അവസ്ഥ? പിന്നെ മറ്റു സർവകലാശാലകളില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമാക്കി. ഇല്ല. ഈ ആരോഗ്യ മേഖല സ്ഥിതി അത് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ആവശ്യം മരുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള അവിടെ പരിചരണം കൊടുക്കുന്നുണ്ടോ? ഐസിൽ സംവിധാനമുണ്ടോ? മെറ്റീരിയൽസ് ഉണ്ടോ? ഒന്നുമില്ല. അവിടെ വലിയ നിലയിലാണ് ആരോഗ്യ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം അപകടകരമായ അവസ്ഥയില്ല. സാമ്പത്തിക രംഗത്ത് എൻ്റെ എത്ര ലക്ഷം കോടി രൂപയോ ബാധ്യതയായിട്ട് കിടക്കുന്നു, കടബാധ്യത കിടക്കുന്നു. ഇതെന്താ ചെയ്യണേ? കിട്ടാവുന്നിടത്തൊക്കെ പണം മേടിക്കുക, തിരിച്ചു കൊടുക്കേണ്ട പണ്ടാ പലിശഹിതം. അപ്പോൾ അടുത്ത ഗവൺമെൻറ്റിന് ഞങ്ങൾക്കല്ലെങ്കിൽ അവർ തലയിലേക്ക് ഇരുന്നോട്ടെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പ്ലാനിങ് ഉണ്ടാകണം. പക്ഷെ കുറേയെങ്കിലും ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ നാടിനും ഒരു കടപ്പാടുണ്ടാകണം. ഈ നാട് എന്ന് നിലനിൽക്കേണ്ടതാണെന്നൊരു തീർച്ചയായിട്ടും ഒരു ചിന്താഗതി ഉണ്ടാകണം. അത് ഞാനായാലും ആരായാലും ഉണ്ടാകണം. അപ്പോൾ ഞാനിവിടെ MLA ആയ സമയത്ത് ആ MLA ആയിരിക്കുന്ന എനിക്ക് ആ സമയത്ത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ബോധ്യത്തോട് ഞാൻ പ്രവർത്തിക്കണം. ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്നത് ഞാൻ ചെയ്യാവൂ? ഞാനൊരു കുറച്ച് റീസണബിളായിട്ട് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു മാതൃകയാകണം. ഇനി വരാൻ പോകുന്ന MLA-മാർക്ക് ഒരു മാതൃകയാകണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു MLA കുറിച്ചുള്ള ഒരു അഭിപ്രായം, MLA എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തവനാണ്, നല്ലയാളാണ്, നാടിനെ സ്നേഹിക്കുന്ന ആളാണ്, നാടിന് വികസനം കൊണ്ടുവരുന്ന ആളാണ് എന്നൊരു ബോധ്യം അവർ ഉണ്ടാക്കി കൊടുക്കണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സാർ, ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.